ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കിയാണ് പറാത്തിൻ്റെ ഇതാണ് കേട്ടോ. ഉണ്ടാക്കിയ പലഹാരം ഇന്ന് പൂവടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ പൊരിച്ച പത്തിരി അത് തന്നെയാണ് കേട്ടോ. രാത്രി തേങ്ങാച്ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ വെച്ച് മക്കളെ അപ്പോൾ ഞാൻ പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയോ? എന്നാൽ പൂവട അടിപൊളി പൂവടയാണ്. ഇവിടെ അത്ര ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ അത് പൊട്ടുകയാണ് മക്കൾ. അത് അത്ര രണ്ടും കൂടെ അരിപ്പൊടിയും മൈദയും കൂടെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൊട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് മെല്ലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കാണ്. പൊരിച്ച പത്തിരിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പൂവട അങ്ങോട്ട് പൊട്ടുമായിരുന്നു. അത്രക്കത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. ശരി അതിനേക്കാളും എല്ലാ മോഡലുണ്ടാക്കും ഞാൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ കമൻറ്റിൽ ചോദിക്കുന്നു എന്താ സെലും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. വലിയമ്മ ഇവിടെ അല്ല ഓതുന്നുണ്ട്. ഞാൻ ഓതി കഴിഞ്ഞു. ഇനി രാത്രി കുറച്ച് ഓതാണ്ട്, യാസീനൊക്കെ ഓതാണ്ട്. എനിക്കാണെങ്കിൽ ഒന്ന് പിന്നെ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. തേങ്ങാച്ചോറ് രാത്രി വെക്കണം എന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടാക്കണില്ലാന്ന് വിചാരിച്ചു. ആകെ ടയേർഡായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നോമ്പ് വന്നു സന്തോഷമായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസം, നല്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ദിവസമല്ലേ. ആരും പിന്നെ നല്ലത് പറയാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നിട്ടുള്ള കമൻ്റൊന്നും ഇടാതിരിക്കുക. നല്ല നല്ല സന്തോഷമുള്ള കമൻ്റ് ഇടുക. പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് അടിക്കാതെ നല്ല സത്യസന്ധമായിട്ട് നടക്കുക. അതൊക്കെ തന്നെയാണ് ഇനിയിൽ ഒരു മാസം നമ്മൾ നല്ല പടച്ചോനെ നല്ല പിന്നെ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഒരു കമൻറ്റിൽ എഴുതിക്കണം ഷാനൂനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഷാനൂനെ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കണ്ട. അത് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കൂടെ ഉള്ളിടത്തോളം അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് പറയാനൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ കുഞ്ഞനിയനെ നിങ്ങൾ അങ്ങനെ ബാഡ് കമൻ്റ് എഴുതിയിട്ട് തോൽപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. എന്ന് വെച്ചാൽ ഷാനു അങ്ങനത്തെ ഒരു ആളുമല്ല. ഷാനുവിനെ എനിക്കറിയുമ്പോൾ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഷാനു ഞാനും തെറ്റിയിട്ടുമില്ല. ഞങ്ങളെപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. എപ്പോഴും വിളിക്കാറുമുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കമൻ്റ് എഴുതാൻ പറ്റുമോ? മോശമല്ലതൊക്കെ. ഷാനുവിൻ്റെ ചാനൽ ഒഫീഷ്യൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബറൊക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെ കുഞ്ഞാങ്ങളെ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ? എന്നെപ്പോലെ സ്നേഹിച്ചൂടെ? അതൊരു പാവം കുട്ടിയാണ്. കുട്ടി എന്ന് പറയുന്നത് പാവം പയ്യനാണ്. അതിനൊന്നും സ്നേഹിച്ചൂടെ നിങ്ങൾക്ക്? അതിന് എത്ര മാത്രം എല്ലാ സഹായം എനിക്ക് ചെയ്തു തരണം. വല്യമ്മയാണ് എൻ്റെ കൂടെ നിൽക്കാൻ അതിന് പറഞ്ഞത്. അപ്പോൾ കൂടെ നിന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു തെറ്റും അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാ സത്യസന്ധമായ കാര്യങ്ങളും ഒക്കെ അവൻ നേർക്കന്നെ കൊണ്ടു നടക്കണം. വേറെ ഒന്നും അതിലുണ്ടായിട്ടില്ല. പൊന്നു മക്കളെ, സാനുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. സാനു ഒരു പച്ചപ്പാവാണ്. ചെറിയ ചെറിയ പിന്നെ തെറ്റുകളൊക്കെ ഇപ്പം എൻ്റെ അടുത്തുനിന്ന് പറ്റും. അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. അതിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അത് ഞാൻ നിങ്ങളെന്തൊക്കെ ചോദിച്ചു, ഞാനങ്ങനെ പറയും ചെയ്തു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കുക മക്കളെ. എൻ്റെ റോസൊക്കെ ഉണ്ടായിക്കോട്ടോ. അത് കാണിച്ചു തരാം. റോസിന് അടിപൊളി പാടാ എൻ്റെ പൊന്നു മക്കളെ. പൂവേ പൂവേ പാലപ്പൂവേ ഇത് പാടാണ്. പൂവേ ഒരു പൂ തന്ന നീ എൻ്റെ കൂടെ പോരുമോ, ഞാൻ കൂട്ടി വെച്ച് ഒക്കെ വാടി കുഴച്ചിക്കൂട് മക്കളെ. എൻ്റെ പൊന്നുമണികൾ കാശിത്തുമ്പ ഇളം വയലറ്റ് കേട്ടോ. വെള്ളം ഇല്ലായിട്ടാണ് ഇവരേ ഇപ്പം നനച്ചു കൊടുക്കാൻ പറ്റില്ല. വെയിലാറിയിട്ടല്ലേ നനയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ് എൻ്റെ പൊന്നു മക്കളെ. വിത്തതാ ആയില്ലട്ടാ. വിത്തങ്ങനെ പൊട്ടിക്കുമ്പോൾ അടിച്ചോറുള്ളൂ കേട്ടോ. ഭയങ്കര രസമായിരിക്കും. എന്തൊരു മക്കളെ, എൻ്റെ പൊന്നു മക്കളെ.
ഇവരൊക്കെ ആകെ കൊഴഞ്ഞിക്കണ്. മനുഷ്യന്മാരെന്നെ ഈ വെയിൽ കൊണ്ടാ കൊയ്യണ. പിന്നെ എപ്പറ്റങ്ങൾ അവസ്ഥ മനസ്സിലാക്കണ്ട നിങ്ങൾ. പൊന്നു മക്കളെ എന്താ ചെയ്യുക, പാവാണ് ഐറ്റങ്ങൾ. ഇൻ്റെ മക്കളെ ഇങ്ങോട്ട് നോക്കാണ്. ഇൻ്റെ പിന്നെ പച്ചമുളകുമ്മ ഒരു കുഞ്ഞി പച്ചമുളക് ഉണ്ടായിക്കണ്ടാ. എന്ത് രസമല്ലേ കാണാൻ. തക്കാളി പൂവിട്ടിക്കണട്ടാ. അമര ഒക്കെ കുറ്റി അമരയാണ്, വള്ളിയല്ല. ഒന്നാൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാട്ടുമല്ലികയാണെങ്കിലോ, ഇതിൽ കാട്ടുമല്ലിക എന്ന് അറിയല്ലേ, ആകെ വാടിക്കണു. ഇതാണ് വൈറ്റ് റോസ് കേട്ടോ, മുട്ടാണിടോ. നമ്മളേ ഒന്ന് ഉള്ളിട്ടെടുക്കാം. അപ്പോൾ ഇത് വിത്തായിക്കുണ്ട്. അത് റെഡ് കളർ കാശിത്തുമ്പ കേട്ടോ, വിത്തായി നിൽക്കുകയാണ്. അത് ഇപ്പം തന്നെ തൊടുമ്പത്തിന് ചുരുളു ഇതാക്കളെ. ചോറുണ്ടു. അവനെ ഇനി വരുന്ന കൊല്ലത്തേക്ക് എടുത്തേക്കണം. അപ്പം നമ്മളിപ്പോൾ എടുത്ത് ശേഖരിച്ച് വെച്ചാലല്ലേ ഉള്ളൂ അടുത്ത കൊല്ലം കുഴിച്ചിടാൻ പറ്റുള്ളൂ. നമ്മൾ വിത്തൊക്കെ ആയി. ഇപ്പോൾ റെഡ് കളറിൻ്റെ ഈ കാശിത്തുമ്പ ഇത് ഒടിഞ്ഞിക്കണ്. എൻ്റെ പൊന്നു മക്കളെ എങ്ങനെ ഇതൊക്കെ ഒടിഞ്ഞത്, ഒക്കെ കേരഞ്ഞിക്കണ്. വെയിലാറിയിട്ടാണ്. വെയിലെല്ലാം ചൂടാണ് കേട്ടാ. ടെറസിൻ്റെ മുകളിൽ ഒരു കാനലില്ലാത്തത് കൊണ്ടേ ഭയങ്കര ചൂട് വെള്ളം വരും. അപ്പഴേക്ക് ഇട്ട് കൊടുത്താൽ എൻ്റെ മക്കളെ തക്കാളി തൈ ഉണ്ടാക്കിക്കണ്. ഭാഗ്യതാനാണ് കുറേ ഉണ്ടായിക്കണം. അതൊക്കെ ഇനി പറിച്ച് കുഴിച്ചിടണം. കുറേ പച്ചക്കറി വിത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ റോട്ടിലുള്ളിലൊക്കെ നിറച്ച് പൂക്കൾ കഴിഞ്ഞിട്ടുണ്ടോ, കണ്ടോക്കാ നിങ്ങൾ. അടിപൊളിയായിട്ട് നല്ല പൂക്കളായിട്ട് ഇതങ്ങനെ അവിടെ ഒറ്റൊന്ന് കൊഴിഞ്ഞു പോകില്ല കേട്ടാ. ഇതന്നെ മതിലിൻ്റെ അരികില്ല കേട്ടാ, റോട്ടിലാണത് കുഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് രസമല്ലേ കാണാൻ. അതിൻ്റെ റെഡ് കളറ്, ഇത് എള്ള റോസ്. നീ കാശിത്തുമ്പോൾ അങ്ങക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഭയങ്കര നമ്മളെ എന്താണ് അസർമുല്ല കളറിട്ടാ. എന്ത് രസം, ഇതൊക്കെ വാടിക്കുന്നേ. ഇവിടെ നോക്കിയേ എന്ത് രസമല്ല കാണാൻ. ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. വൈറ്റ് ഇപ്പോൾ എവിടെയായിരുന്നു അല്ല. പിന്നെ അങ്ങനത്തെ ചെടികളൊക്കെ ഞാൻ മതിലുമ്പോൾ ഇങ്ങനെ വെച്ചതാണ്. അതൊക്കെ വെയിൽ കാരണം അതൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അവർക്കൊക്കെ നല്ല വെള്ളം കൊടുക്കണമെന്നേ. അവർക്ക് ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊടുത്താൽ അവരെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ചെറിയൊരു കമ്പ് കുഴിച്ചിട്ടാട്ടാ ഇത് ഉണ്ടാവും തന്നെ ഞാൻ വിചാരിച്ചേ അല്ല. അത് പൊട്ടി മുളച്ചുണ്ടായിക്കുന്നു. ഏട്ടിപ്പൊളിയാണ് മക്കളെ. അപ്പം എല്ലാവരും വെറാത്തിന് എന്തൊക്കെ ഉണ്ടാക്കി എൻ്റെ പൊന്നു മക്കളെ. നെയ്യപ്പം ഉണ്ടാക്കിയോ, അതോ പൂവട ഉണ്ടാക്കിയോ, പിന്നെ അതുപോലെ പഴംപൊരി ഉണ്ടാക്കിയോ. ഞാൻ തേങ്ങാച്ചോറും ഉണ്ടാക്കുന്നുണ്ട്, 2-3 പൂവടി ഉണ്ടാക്കി, പത്തിരി പൊരിച്ച പത്തിരി ഉണ്ടാക്കി. അപ്പം ഞാനെൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. കറണ്ട് പോയിക്കൂടെ. അപ്പോൾ വൈഫൈന് ഇതാ ഓഫ് ആയിക്കണ്. അപ്പം എൻ്റെ ബെഡ്റൂമിലാണ് ഞാൻ വന്നിക്കണേ. ഇതൊക്കെ അവിടെ ഇവിടെ ക്ലീനായിട്ട് കൊട്ടയത് 2 കൊട്ടയാണ്. പൊന്നു മക്കളെ അതൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചാൽ പിന്നെ അത് എടുത്ത് കിടാനാണ്. എന്തൊരു ചൂടാച്ചിട്ടാ. അപ്പം ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഷെൽഫാണ് കേട്ടോ, അൽമറകൾ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബറേക്കും ബൈ സി അസ്സലാമു അലൈക്കും. രണ്ട് കൊട്ടി നിറഞ്ഞിക്കണു മക്കളെ, പുതിയതും പഴയതും ഒക്കെ ആയിട്ട്. അപ്പോൾ ബൈ സി അസ്സലാമു അലൈക്കും.